sslc ഫിസിക്സിലെ പാർട്ട് 1 ചാപ്റ്റർ 3 ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത്. ഈ വീഡിയോയിൽ മെയിനായിട്ട് കവർ ചെയ്യുന്ന ടോപ്പിക്സ് പവർ ജനറേറ്റർ, സിംഗിൾ ഫേസ് ജനറേറ്റർ, 3 ഫേസ് ജനറേറ്റർ, മൂവിങ് കോയിൽ മൈക്രോഫോൺ ആയിരിക്കും. സോ പവർ ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ലാർജ് ക്വാണ്ടിറ്റിയിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പവർ ജനറേറ്റേഴ്സ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പവർ സ്റ്റേഷൻസിലായിരിക്കും ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ പവർ ജനറേറ്റേഴ്സിൽ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഫീൽഡ് മാഗ്നറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റ് ആയിരിക്കും. സോ ഡി സി ആയിരിക്കും ഈ ഇലക്ട്രോ മാഗ്നറ്റ്സ് യൂസ് ചെയ്യുന്നത്. പവർ ജനറേറ്ററിൽ ഫീൽഡ് മാഗ്നറ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിനെയാണ്. ഈ ഇലക്ട്രോ മാഗ്നറ്റ് യൂസ് ചെയ്യുന്നത് ഡി സി ആണ്. ആൻഡ് എക്സൈറ്ററായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഓക്സിലറി ജനറേറ്റേഴ്സിനെ ആയിരിക്കും. ഇനി മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത് രണ്ട് മെയിൻ പാർട്സ് ഓഫ് പവർ ജനറേറ്റേഴ്സ് ആണ്, റോട്ടർ ആൻഡ് സ്റ്റേറ്റർ ആണ്. റോട്ടർ എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റിംഗ് പാർട്ട് ഓഫ് ദി ജനറേറ്റർ, സ്റ്റേറ്റർ എന്ന് പറഞ്ഞാൽ സ്റ്റേഷനറി പാർട്ട് ഓഫ് ദി ജനറേറ്ററും ആണ്. ഒരു പവർ ജനറേറ്ററിൽ നമ്മൾ സ്റ്റേറ്ററായിട്ട് യൂസ് ചെയ്യുന്നത് ആർമേച്ചറിനെയാണ്. റീസൺ എന്താണെന്ന് ചോദിക്കുക. അതായത് നമ്മൾ ആർമേച്ചറിനെ സ്റ്റേറ്ററായിട്ട് യൂസ് ചെയ്യുമ്പോഴേക്കും ഗ്രാഫൈറ്റ് ബ്രഷിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മൾ ആർമേച്ചറിനെയാണ് സ്റ്റേറ്ററായിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ ഗ്രാഫൈറ്റ് ബ്രഷിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ അൺനെസസറി ആയിട്ടുള്ള സ്പാർക്കൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. സോ കറണ്ട് കോയിലിൽ നിന്ന് ഡയറക്റ്റ്ലി നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇത് കാരണമാണ് നമ്മൾ ആർമേച്ചറിനെ സ്റ്റേറ്ററായിട്ട് പവർ ജനറേറ്ററിൽ യൂസ് ചെയ്യാൻ കാരണം. സോ ഫസ്റ്റ് പോയിൻ്റ് എന്താ വെച്ചാൽ ആർമേച്ചറിനെ സ്റ്റേറ്ററായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഗ്രാഫൈറ്റ് ബ്രഷ് അവോയ്ഡ് ചെയ്യാം. സോ അൺനെസസറി സ്പാർക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. സോ കറണ്ട് ഡയറക്റ്റ്ലി ഫ്രം ദ കോയിലായിരിക്കും എടുക്കുന്നത്. സോ ഈ റീസൺ കാരണമാണ് ആർമേച്ചറിനെ സ്റ്റേറ്ററായിട്ട് യൂസ് ചെയ്യുന്നത്. പവർ ജനറേറ്ററിൻ്റെ ഏത് പാർട്ടിനെയാണ് റോട്ടറായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫീൽഡ് മാഗ്നറ്റാണ്. ആൻഡ് പവർ ജനറേറ്ററിൽ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റാണ് പെർമനൻറ്റ് മാഗ്നറ്റിനെക്കാട്ടിൽ യൂസ് ചെയ്യുന്നത്. റീസൺ ചോദിക്കുകയാണെങ്കിൽ പെർമനൻറ്റ് മാഗ്നറ്റിന് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അതിൻ്റെ സ്ട്രെങ്ത് കുറയാനുള്ള ചാൻസ് കൂടുതലുണ്ട്. സോ മാഗ്നറ്റിക് ഫ്ലക്സ് നമുക്ക് ഓൾട്ടർ ചെയ്യാതെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഇലക്ട്രോ മാഗ്നറ്റ്സ് യൂസ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് കംസ് സിംഗിൾ ഫേസ് ജനറേറ്റർ ആൻഡ് 3 ഫേസ് ജനറേറ്റർ ആണ്. സോ സിംഗിൾ ഫേസ് ജനറേറ്ററിൻ്റെ കേസ് എടുക്കുമ്പോഴേക്കും ഫീൽഡ് മാഗ്നറ്റിനിടയ്ക്ക് ഒരു സെറ്റ് ഓഫ് കോയിൽസ് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ സിംഗിൾ ഫേസ് ജനറേറ്ററിൻ്റെ കേസാണ്. ഇനി 3 ഫേസ് ജനറേറ്റേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ലാർജ് ക്വാണ്ടിറ്റിയിൽ നമുക്കിപ്പോൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ 3 ഫേസ് ജനറേറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഈ 3 ഫേസ് ജനറേറ്റേഴ്സിൻ്റെ ടൈപ്പിൽ 3 ആർമേച്ചർ കോയിൽ ഉണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞു സിംഗിൾ ഫേസിൽ ഫീൽഡ് മാഗ്നറ്റിനിടയ്ക്ക് ഒരൊറ്റ പീസ് ഓഫ് കോയിലേ ഉള്ളൂ എന്ന് പറഞ്ഞു, ഒരു സെറ്റ് ഓഫ് കോയിൽസേ ഉള്ളൂ. പക്ഷേ 3 ഫേസ് ജനറേറ്ററിൻ്റെ കേസ് എടുക്കുമ്പോൾ ഫീൽഡ് മാഗ്നറ്റിന് ഇടയ്ക്കായിട്ട് 3 ആർമേച്ചർ കോയിൽസ് ഉണ്ടായിരിക്കും. ഓരോ ആർമേച്ചർ കോയിലും 120 ഡിഗ്രി സെപ്പറേഷനിലായിരിക്കും ഉള്ളത്. ഇനി നമ്മൾ ജനറേറ്റർ വർക്ക് ചെയ്യുമ്പോഴേക്കും ഈ 3 ആർമേച്ചറിൽ 3 AC കറണ്ടായിരിക്കും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3 തരത്തിലുള്ള AC കറണ്ടായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇതിനെ പറ്റിയുള്ള ഇൻഫറൻസസ് നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യുമ്പോൾ എന്താ വരുന്നത് വെച്ചാൽ ഓരോ ഫീൽഡ് മാഗ്നറ്റിനിടയ്ക്ക് 3 സെറ്റ് ഓഫ് ആർമേച്ചർ കോയിൽസ് ഉണ്ട്. ഓരോ ആർമേച്ചർ കോയിലിലെ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. ഇനി ഒരു ആർമേച്ചർ കോയിലിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF മാക്സിമം ആണെങ്കിൽ അതേ വാല്യൂ ആയിരിക്കും അടുത്ത 2 ആർമേച്ചർ കോയിലും ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഒരു ആർമേച്ചർ കോയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF മിനിമം ആണെങ്കിൽ അതേ വാല്യൂ ആയിരിക്കും ബാക്കിയുള്ള 2 ആർമേച്ചർ കോയിലും ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എന്ന് പറയുന്നത്. ആൻഡ് AC-യുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഈ 3 ആർമേച്ചർ കോയിലും സെയിം ആയിരിക്കും. നമ്മൾ പറഞ്ഞു 3 ആർമേച്ചർ കോയിലുണ്ട് ഫീൽഡ് മാഗ്നറ്റിനിടയ്ക്ക്. 3 ആർമേച്ചർ കോയിലും സെയിം നമ്പർ ഓഫ് ടേൺസ് ആയിരിക്കും. ഏതെങ്കിലും ഒരു ആർമേച്ചർ കോയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF മാക്സിമം ആണെങ്കിൽ ആ വാല്യൂ തന്നെ ആയിരിക്കും ബാക്കിയുള്ള 2നും. ഏതെങ്കിലും ഒരു ആർമേച്ചർ കോയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFൻ്റെ വാല്യൂ മിനിമം ആണെങ്കിൽ ആ വാല്യൂ തന്നെ ആയിരിക്കും ബാക്കിയുള്ള 2ലും. ഇനി ഈ 3 ആർമേച്ചർ കോയിലുള്ള AC-യുടെ ഫ്രീക്വൻസി സെയിം ആയിരിക്കും. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വെച്ച് വർക്ക് ചെയ്യുന്ന ഈ പ്രിൻസിപ്പിൾ വെച്ച് വർക്ക് ചെയ്യുന്ന 2 ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് മൂവിങ് കോയിൽ മൈക്രോഫോണും ട്രാൻസ്ഫോമറും. സോ മൂവിങ് കോയിൽ മൈക്രോഫോൺ എന്നുള്ള ടോപ്പിക്ക് കേൾക്കുമ്പോഴേ നമ്മൾ ആദ്യം എഴുതണം ബേസിക്കലി വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ള കാര്യം എഴുതണം. മൂവിങ് കോയിൽ മൈക്രോഫോണിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത് ഡയഫ്രം, വോയിസ് കോയിൽ, പെർമനൻറ്റ് മാഗ്നറ്റ് ആണ്. സോ വോയിസ് കോയിൽ എന്ന് പറയുന്നതാണ് മൂവിങ് പാർട്ട് എന്ന് പറയുന്നത്. സോ നമ്മൾ സൗണ്ട് വേവ്സ് എന്ന് പറയുന്നത് ഡയഫ്രത്തിലോട്ട് എത്തും. സോ സൗണ്ട് വേവ്സ് കാരണം ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്നത് കാരണം വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുന്നത് കാരണം മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചേഞ്ച് ഉണ്ടായിരിക്കും. ആ മാഗ്നറ്റിക് ഫീൽഡ് കാരണം
ഒരു ഫ്ലക്സ് ഇൻഡ്യൂസ് ചെയ്യും. ആസ് എ റിസൾട്ട് കോയിലിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. സോ ഫസ്റ്റ് സൗണ്ട് വേവ്സ് കാരണം ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യും, ഡയഫ്രം കാരണം വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യും. വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുന്നതിന് കാരണം നമുക്ക് എന്ത് പറ്റും, മാഗ്നറ്റിക് ഫീൽഡിൽ ചേഞ്ച് ഉണ്ടാകും, അങ്ങനെ ഒരു ഫ്ലക്സ് ഇൻഡ്യൂസ് ആവും. അത് കാരണം EMF ഇൻഡ്യൂസ് ആവും. സോ അങ്ങനെ ഇലക്ട്രിക് സിഗ്നൽസ്, ഈ വരുന്ന സൗണ്ട് വേവ്സിനെ നമ്മൾ ഇലക്ട്രിക് സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇവിടുത്തെ പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. മൂവിംഗ് കോയിൽ മൈക്രോഫോണിൽ നടക്കുന്ന എനർജി ചേഞ്ച് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു.